2013 ഒരു രാത്രി ഒരു സയൻറ്റിസ്റ്റ് നാസയുടെ ഹബിൾ സ്പേസ് ടെലിസ്കോപ്പിൽ നിന്നുള്ള ഡേറ്റ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സാധാരണ പോലെ ഇമേജസ് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ഒരു ഫ്രെയിമിൽ അവനത് നിർത്തി. യൂറോപ്പയുടെ സർഫസിൽ നിന്ന് എന്തോ ഒന്ന് ആകാശത്തേക്ക് പൊട്ടിത്തെറിക്കുന്നത് പോലെ തോന്നി. വീണ്ടും അത് പരിശോധിച്ചു, കാൽക്കുലേറ്റ് ചെയ്തു. ഒടുവിൽ ഉറപ്പായി അത് വാട്ടർ പ്ലൂമാണ്. ഏകദേശം 200 കിലോമീറ്റർ ഉയരത്തിൽ വരെ വെള്ളം സ്പേസിലേക്ക് പൊങ്ങിച്ചീറ്റുന്നു. അതായത് യൂറോപ്പയുടെ കട്ടിയുള്ള ഐസിൻ്റെ താഴെ ലിക്വിഡ് വാട്ടർ ഉണ്ടെന്ന് അന്ന് അവൻ വ്യക്തമാക്കി. യൂറോപ്പ, ജൂപ്പിറ്ററിൻ്റെ ഒരു മൂൺ. പുറത്തേക്ക് നോക്കുമ്പോൾ അതൊരു ഡെഡ് വേൾഡ് പോലെ തോന്നിയേക്കാം. കാരണം അതിൻ്റെ സർഫസ് മുഴുവൻ കട്ടിയുള്ള ഐസാണ്. ടെമ്പറേച്ചർ ആകട്ടെ -160 ഡിഗ്രിക്ക് താഴെ. സൺലൈറ്റ് വളരെ കുറവുള്ള ഒരു സ്ഥലം. പക്ഷേ ഈ ഐസ് ഷെല്ലിൻ്റെ താഴെ ഒരു മാസീവ് ഓഷൻ ഉണ്ടാകുമെന്ന് സയൻറ്റിസ്റ്റുകൾ പറയുന്നു. ചില പഠനങ്ങൾ പ്രകാരം യൂറോപ്പയിലെ ഒരു സമുദ്രത്തിലെ വെള്ളത്തിന് ഭൂമിയിലെ എല്ലാ സമുദ്രങ്ങളെക്കാളും വെള്ളമുണ്ടായേക്കാമെന്ന് കണക്കാക്കപ്പെടുന്നു. അതായത് പുറത്തേക്ക് ഒരു ഫ്രോസൺ ബോൾ പോലെ കാണുന്ന ഈ ഒരു മൂണിനകത്ത് ഒരു വാട്ടർ വേൾഡ് ഉണ്ടായേക്കാമെന്ന് സാരം. അപ്പോൾ ഒരു പ്രധാന ചോദ്യം വന്നേക്കാം, ആ വെള്ളം എങ്ങനെ ലിക്വിഡായി നിലനിൽക്കുന്നു എന്നത്. കാരണം യൂറോപ്പ സൂര്യനിൽ നിന്ന് വളരെ ദൂരത്തിലുമാണ്. അവിടെ സർഫസ് മുഴുവൻ ഒരു ഐസി ബോളുമാണ്. പക്ഷേ അവിടെയാണ് ടൈഡൽ ഹീറ്റിംഗ് എന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത്. ജൂപ്പിറ്ററിന് വലിയൊരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. യൂറോപ്പ ജൂപ്പിറ്ററിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ഉപഗ്രഹമാണ്. അതിനാൽ തന്നെ ജൂപ്പിറ്ററിൻ്റെ ഇത്രയും വലിയ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് യൂറോപ്പയിൽ നന്നായി അഫക്റ്റ് ചെയ്യുന്നു. ഇത് യൂറോപ്പയുടെ ഉള്ളിൽ കോൺസ്റ്റൻറ്റ് ഫ്രിക്ഷൻ ക്രിയേറ്റ് ചെയ്യുകയും ആ ഒരു ഫ്രിക്ഷൻ കാരണം ഒരു ഹീറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ആ ഒരു ഹീറ്റ് ഈ ഒരു ഐസി സർഫസിന് താഴെയുള്ള വെള്ളത്തെ ലിക്വിഡായി നിലനിർത്തുന്നു. ഭൂമിയിൽ ഓഷനിൽ കാണപ്പെടുന്ന ഹൈഡ്രോതെർമൽ വെൻസ് പോലെ യൂറോപ്പയുടെ ഓഷൻ ഫ്ലോറിലും ഹീറ്റ് സോഴ്സസ് ഉണ്ടാകാമെന്ന് കരുതപ്പെടുന്നു. ഇത് കേട്ടാൽ നമ്മൾ അടുത്ത ചോദ്യം വരും, അതായത് സൂര്യപ്രകാശമില്ലാത്ത ഒരു സ്ഥലത്ത് ജീവൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? കാരണം നമ്മൾ പണ്ട് തൊട്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ്, വെള്ളമുണ്ടെങ്കിൽ അവിടെ ജീവനുള്ള സാധ്യത കൂടുതലായിരിക്കുമെന്ന്. ഈ ചോദ്യം വരാനുള്ള കാരണം, അതായത് നമ്മൾ മനസ്സിലാക്കിയത് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും സൺലൈറ്റിനെ ആശ്രയിച്ചാണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഡീപ്പ് ഓഷൻസിൽ സൺലൈറ്റ് എത്താത്ത സ്ഥലങ്ങളിൽ പോലും ജീവികളുണ്ടെന്നുള്ളതിന് തെളിവുകളുണ്ട്. അവിടെ ഹൈഡ്രോതെർമൽ വെൻസ് എന്ന സ്ഥലങ്ങളിൽ ബാക്ടീരിയകളും മറ്റ് ജീവജാലങ്ങളും അവിടെ ജീവിക്കുന്നു എന്നുള്ളതിനും തെളിവുകളുണ്ട്. ഇതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ, മറ്റ് ജീവജാലങ്ങൾ, അതായത് സൂര്യപ്രകാശം എത്താത്ത സ്ഥലത്തുള്ള ജീവജാലങ്ങൾ അവിടെ കെമിക്കൽ എനർജി ഉപയോഗിച്ചാണ് ജീവിക്കുന്നത്. ഈ പ്രോസസ്സിനെ കീമോസിന്തസിസ് എന്നാണ് വിളിക്കുന്നത്. അതായത് സൺലൈറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഇവയ്ക്ക് ജീവൻ നിലനിർത്താൻ സാധിക്കും. അപ്പോൾ യൂറോപ്പയിൽ അതുപോലെ ഒരു എക്കോസിസ്റ്റം ഉണ്ടാകുമോ? ഇമാജിൻ ചെയ്ത് നോക്കൂ, പൂർണ്ണമായും ഇരുട്ടുള്ള ഒരു സ്ഥലത്ത്, അതും പൂർണ്ണമായും തണുത്ത ഒരു സ്ഥലത്ത്, അതിൻ്റെ താഴെ ഒരു വലിയ സമുദ്രം, അതിനുള്ളിൽ ബയോലൂമിനൻ്റ് ആയിട്ടുള്ള ജീവികൾ, അതായത് സ്വന്തം ശരീരത്തിൽ നിന്ന് പ്രകാശം പുറപ്പെടുവിക്കുന്ന നമ്മളൊരിക്കലും കണ്ടിട്ടില്ലാത്ത രൂപങ്ങൾ, ചെറുതായ മൈക്രോബ്സ് മുതൽ വലിയ ഫിഷ് ലൈക്ക് ക്രീച്ചേഴ്സ് വരെ അവിടെ ഉണ്ടായേക്കാമെന്ന് കണക്കാക്കപ്പെടുന്നു. പക്ഷേ അതിന് ഒരു തെളിവ് നമുക്കിതുവരെ ലഭിച്ചിട്ടില്ല. ഇത് കണ്ടെത്താനായി നമ്മളെ പോലെയും മറ്റുള്ളവരും CSI ശ്രമിക്കുന്നുണ്ട്. അതിനുള്ള ഒരു ഉദാഹരണമാണ് നാസയുടെ യൂറോപ്പ ക്ലിപ്പർ മിഷൻ. ഈ ഒരു സ്പേസ് ക്രാഫ്റ്റ് 2030 കൂടി നമ്മുടെ യൂറോപ്പയിലെത്തും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷേ ഇത് അവിടെ ഡയറക്റ്റായി ലാൻഡ് ചെയ്തിട്ടല്ല യൂറോപ്പയെ പഠിക്കുന്നത്. ഇത് യൂറോപ്പയെ പലതവണ ചുറ്റി ഓർബിറ്റ് ചെയ്യും. അതിൻ്റെ സർഫസ് സ്കാൻ ചെയ്യും. അതിൻ്റെ ഐസിൻ്റെ തിക്നെസ്, കമ്പോസിഷൻ, ഓഷ്യൻ്റെ പ്രസൻസ്, വാട്ടർ പ്ലൂംസ്, ഇതിനെല്ലാം ഡീറ്റെയിൽ ആയി പഠിക്കും. കൂടാതെ യൂറോപ്പയുടെ സർഫസിൽ നിന്നുള്ള ക്രാക്സിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വെള്ളത്തിൻ്റെ സാമ്പിൾ അനലൈസ് ചെയ്യാനും ശ്രമിക്കും. ഭാവിയിൽ സയൻറ്റിസ്റ്റ് പ്ലാൻ ചെയ്യുന്നത് വലിയ ഒരു സ്റ്റെപ്പാണ്. അതായത് യൂറോപ്പയുടെ ഐസ് തുരന്ന് അതിനകത്ത് പോയി സ്റ്റഡി ചെയ്യാൻ പറ്റുന്ന റോബോട്ടിക് പ്രോബ്സിനെ അവിടെ ഇറക്കുക എന്നതാണ്. ഇത് വളരെ ചലഞ്ചിങ് ആയുള്ളൊരു ദൗത്യമാണ്. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അവിടെയുള്ള ഐസ് തിക്നെസ്സിൻ്റെ, അതായത് സർഫസിലുള്ള ഐസ് തിക്നെസ്സിന് ചില സ്ഥലങ്ങളിൽ 10 മുതൽ 30 കിലോമീറ്റർ വരെ
കട്ടി ഉണ്ടായേക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ ഒരിക്കലിത് സാധ്യമായാൽ മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഡിസ്കവറി ഉണ്ടാകാനുള്ള സാധ്യത അവിടെ ഉറപ്പാണ്. നമ്മൾ ഇതുവരെ പഠിച്ചതുപോലെ ഭൂമിയിൽ മാത്രമായില്ല ഒരു ജീവൻ നിലനിൽക്കാനുള്ള സാധ്യത എന്നുള്ളതും യൂണിവേഴ്സിൽ മറ്റിടങ്ങളിലും അത് ഉണ്ടായേക്കാമെന്നതിനും വലിയൊരു സ്റ്റെപ്പായി ആ ഒരു കണ്ടെത്തൽ മാറിയേക്കാം. യൂറോപ്പ അതുകൊണ്ട് തന്നെ ഒരു സാധാരണ മൂണല്ല, അതൊരു വലിയ ചോദ്യത്തിൻ്റെ ഉത്തരം തേടിയുള്ള യാത്രയാണ്. നാം ഈ യൂണിവേഴ്സിൽ ഒറ്റയ്ക്കാണോ എന്നുള്ള ആ ഒരു വലിയ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താനുള്ള ഒരു ഗേറ്റ് വേ. ഇന്നും ആ ഐസിൻ്റെ താഴെ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. അവിടെ ഒരു സൈലൻ്റ് ഓഷൻ മാത്രമാണോ, അതോ അവിടെ ജീവനുണ്ടോ, അതൊരു ഏലിയൻ ലോകമാകുമോ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം. നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ വീഡിയോ സജഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പുതിയൊരു വീഡിയോയുമായി കാണാം.